അത്യാവശ്യം മഴയുള്ള ഒരു രാത്രി. സമയം ഏകദേശം 2 മണിയോടടുത്തിരിക്കുന്നു. പുതപ്പ് പുതച്ചു കിടക്കുന്നത് പണ്ടേ എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നാലും പുതപ്പ് ഞാൻ കിടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അന്നെന്തോ കുറച്ച് തണുപ്പ് കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പാതി ഉറക്കത്തിൽ പുതപ്പെടുത്ത് കാലിൽ മാത്രമിട്ടു. പുറത്ത് മഴ കനത്തു പെയ്തുകൊണ്ടിരിക്കുന്നു. തവളകളുടെ കരച്ചിലും മഴയുടെ സൗണ്ടുമൊക്കെയായപ്പോൾ എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ജനലിൽ വെച്ച ഫോണെടുത്ത് സമയം നോക്കി. 2 മണിയായി. ഫോൺ തിരിച്ചവിടെ വയ്ക്കാൻ തോന്നിയില്ല. ഒന്ന് മൂത്രമൊഴിക്കണം, ഞാൻ മനസ്സിൽ കരുതി. അകത്ത് ഞങ്ങൾക്ക് ബാത്റൂമില്ല, പുറത്തേക്ക് തന്നെ പോകണം. ഈ മഴയത്ത് എങ്ങനെ? മഴയൊന്ന് മാറട്ടെ. കുറച്ചുനേരം ഫോണിൽ ഇൻസ്റ്റയിൽ റീൽ നോക്കിക്കിടന്നു. പതിയെ മഴയുടെ ശക്തി കുറഞ്ഞു. ഞാൻ കാലിലെ പുതപ്പ് മാറ്റി കട്ടിലിൽ നിന്ന് എണീറ്റു. സ്വന്തം വീട്ടിൽ കണ്ണ് കെട്ടിവിട്ടാൽ പോലും നമുക്ക് നടക്കാനാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിക്കാതെ വീടിൻ്റെ പിന്നാമ്പുറത്തെ വാതിൽ വരെ എത്തി പുറത്തേക്കുള്ള ലൈറ്റിട്ടു. മുറ്റത്തിറങ്ങി. ലൈറ്റിട്ടാൽ പോലും വെളിച്ചം ചെന്നെത്താത്ത ഒരു സ്ഥലത്ത് ഞാൻ പോയിരുന്നു. മഴ പോയെങ്കിലും കാനൽ തുള്ളികൾ അവിടെ ഇവിടെയായി വീഴുന്നത് കേൾക്കാം. കൂട്ടത്തിൽ തവളകളും ചീവീടുകളും മത്സരിച്ചു കരയുന്നു. ചെറിയൊരു വെള്ളമൊഴുകുന്ന ചാലിൽ നിന്നും വെള്ളത്തിൻ്റെ ശബ്ദവും കൂട്ടത്തിൽ തണുപ്പുമൊക്കെയായപ്പോൾ എന്തൊക്കെയോ ഒരു അനുഭൂതി. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഞാനിരിക്കുന്നതിന് മുമ്പിൽ കുറച്ചു മാറി എന്തോ ഒന്ന് തിളങ്ങി നിൽക്കുന്നു. എന്താണത്? എനിക്കതിൻ്റെ രൂപം വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല. എങ്കിലും അതൊരു കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചതുപോലെ എനിക്ക് തോന്നി. പുറത്തേക്ക് ഞാനിട്ട ലൈറ്റ് ഏതെങ്കിലും ഇലയിലെ വെള്ളത്തിൽ തട്ടി പ്രതിധ്വനിക്കുന്നതാണോ? അല്ല, ഞാനിട്ട ലൈറ്റ് ഒരിക്കലും ഇങ്ങോട്ട് കാണാൻ പാകത്തിലല്ല. ഇനി മഴ മാറിയിട്ട് ആകാശം തെളിഞ്ഞത് ആ ഇലയിൽ കാണുന്നതാണോ? ആണോ? അതുമല്ല. ആകാശം കറുത്തിരുണ്ട് അടുത്ത മഴയ്ക്ക് വേണ്ട തയ്യാറെടുപ്പിലാണ്. ഞാൻ അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു 15 സെക്കൻഡ്. എന്താണെന്നറിയണമല്ലോ. ഫോണിലെ ഫ്ലാഷ് അടിച്ചു വരെ നോക്കി. പക്ഷേ അത്ര ദൂരം ഫ്ലാഷ് ലൈറ്റ് എത്തിയില്ല. പിന്നെ ഞാൻ എന്തേലും ആവട്ടെ എന്നും വിചാരിച്ച് എണീറ്റ് പോന്നു. വീടിനുള്ളിലേക്ക് കയറി ലൈറ്റ് ഓഫ് ചെയ്ത് വാതിലടച്ചു. പെട്ടെന്ന് മഴ പെയ്തു തുടങ്ങി. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെയുള്ള ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിച്ചു വന്ന് വീണ്ടും റൂമിലേക്ക് കയറിക്കിടന്നു. പുതപ്പ് എനിക്ക് പുതയ്ക്കാൻ തോന്നി. ഞാൻ പുതപ്പ് തലവഴി പുതച്ചു കിടന്നു. പുറത്ത് നല്ല കോരിച്ചൊരിയുന്ന മഴ. അതിനിടയിൽ ഞാൻ എപ്പോഴോ ഒന്ന് മയങ്ങി. പെട്ടെന്ന് ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണരുന്നത്. ആരോ ചിലങ്ക കാലിൽ ധരിച്ചു നടക്കുന്ന ശബ്ദം. ഞാൻ നിശബ്ദത പാലിച്ച് ആ ചിലങ്കയുടെ ശബ്ദത്തിലേക്ക് കാതോർത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ ശബ്ദം വരുന്നത് നേരത്തെ ഞാൻ പോയി വെള്ളം കുടിച്ച അടുക്കളയിൽ നിന്നാണെന്ന്. അപ്പോഴും മഴ തകർത്തു പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. വേഗം പുതപ്പെടുത്ത് തലവഴി ശരീരം മുഴുവനും പുതച്ചൊരു വശത്തേക്ക് ചെരിഞ്ഞുകിടന്നു. ആ ചിലങ്കയുടെ ശബ്ദം അടുത്തടുത്ത് വരാൻ തുടങ്ങി. പെട്ടെന്ന് അസഹനീയമായ ചൂടെനിക്ക് അനുഭവപ്പെട്ടു. എനിക്കുറപ്പാണ് ആ ശബ്ദം എൻ്റെ മുറിയിൽ എൻ്റെ തൊട്ടുപുറകിലെത്തിയിരിക്കുന്നു എന്ന്. ചങ്കിലെ വെള്ളമെല്ലാം വറ്റി. ആ ശബ്ദം മെല്ലെ മെല്ലെ സാവധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് പോലെ കേൾക്കാൻ തുടങ്ങി എനിക്ക്. പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ മനസ്സും ശരീരവും അതിന് സമ്മതിക്കുന്നില്ല. ആരോ എന്നെ ബന്ധിച്ചു നിർത്തുന്നത് പോലെ. പെട്ടെന്ന് പുതപ്പിനുള്ളിലേക്ക് അതിശക്തമായ വെളിച്ചം വരാൻ തുടങ്ങി. എൻ്റെ മുറിയിൽ ആകെ പ്രകാശം പരക്കുന്നത് പോലെ. ഒപ്പം അതിശക്തമായ ചൂടും. വെളിയിൽ നിന്ന് പട്ടികൾ ഓലിയിടുന്ന ശബ്ദവും. ഇതെല്ലാമായപ്പോഴേക്കും എൻ്റെ ബോധം മറയാൻ തുടങ്ങി. പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നെനിക്ക് ഓർമ്മയില്ല. പിന്നീടെപ്പോഴോ അമ്മ വന്ന് തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. അമ്മ എന്നോട് ചോദിക്കുന്നത് കേൾക്കാം, എന്തുപറ്റി മോനെ? എന്തിനാ നീ നിലവിളിച്ചത്? ദൈവമേ, നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം അമ്മ പറയുമ്പോഴും ഞാനേതോ മായാലോകത്തെത്തിയ പോലെയായിരുന്നു. പിന്നീടുള്ള പല രാത്രികളിലും ഞാൻ ആ ചിലങ്കയുടെ ശബ്ദവും വെളിച്ചവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല.
ഇപ്പോഴും ഉത്തരം കിട്ടാത്ത എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അന്ന് രാത്രി ഞാൻ കണ്ട വെളിച്ചം എന്തായിരുന്നു? ഞാൻ കേട്ട ചിലങ്കയുടെ ശബ്ദം എന്തിൻ്റേതായിരുന്നു? അന്ന് എന്താണ് എൻ്റെ മുറിയിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് എനിക്കപ്പോൾ അസഹനീയമായ ചൂടനുഭവപ്പെട്ടത്? ഇതെല്ലാം ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലകൊള്ളുന്നു.